നമ്മൾ വല്ലാതെ ബിസി ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറയില്ലേ, അയ്യോ എനിക്കിന്ന് വാഷിങ്ങിനൊന്നും എനിക്ക് സമയമില്ല, അതല്ലെങ്കിൽ എനിക്ക് കുക്കിങ്ങിനൊന്നും സമയമില്ല, എനിക്ക് അവിടേക്ക് വരാനൊന്നും സമയമില്ല, ഇങ്ങനെ പറയാറില്ലേ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അത് ഇംഗ്ലീഷിലാണെങ്കിൽ പറയുക എന്നാണ് ഇന്നത്തെ സെൻറ്റൻസ് പാറ്റേണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെപ്പറ്റി, അയ്യോ ഇന്നലെ എനിക്ക് അതിനൊന്നും സമയമുണ്ടായിരുന്നില്ല, എനിക്ക് ഇന്നലെ അവിടേക്ക് വരാൻ സമയമുണ്ടായിരുന്നില്ല, എനിക്ക് ഇന്നലെ യോഗ ചെയ്യാനൊന്നും സമയമുണ്ടായിരുന്നില്ല. ഇനി ഇതുമല്ല, ഇന്നലത്തെ കാര്യമല്ല, ഇന്നത്തെ കാര്യമൊന്നുമല്ല പറയുന്നത്. ഇനി വരാൻ പോകുന്ന കാര്യമാണെങ്കിലും നമ്മൾ പറയില്ലേ, നാളെ എനിക്ക് അവിടേക്ക് വരാനൊന്നും സമയമുണ്ടാവില്ല എന്ന് പറയില്ലേ? അപ്പോൾ അങ്ങനെ എനിക്ക് സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സമയം എനിക്ക് കിട്ടാറില്ല, അതല്ലെങ്കിൽ സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സെൻറ്റൻസ് പാറ്റേണാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഐ ഡോണ്ട് ഹാവ് ടൈം ടു ഡു സംതിങ്. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് ടൈം എന്ന് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കേണ്ടത് ടു പ്ലസ് നമുക്ക് ഒരു വേർബാണ് ഉപയോഗിക്കേണ്ടത്. വേർബ് എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യാൻ നമുക്ക് സമയമില്ലാത്തത്. ഇപ്പോൾ കുക്കിങ്ങിനാണെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ടൈം ടു കുക്ക്, എനിക്ക് കുക്ക് ചെയ്യാൻ സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം ടു വാഷ് മൈ ഡ്രസ്സസ്, എൻ്റെ ഡ്രസ്സസ് ഒന്നും എനിക്ക് വാഷ് ചെയ്യാൻ സമയമില്ല. നോക്കൂ, ടു കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വേർബിൻ്റെ ബേസ് ഫോമാണ്. എനിക്ക് യോഗ ചെയ്യാനൊന്നും സമയമില്ല എന്നാണെങ്കിലോ ഐ ഡോണ്ട് ഹാവ് ടൈം ടു ഡു യോഗ, ഇന്ന് എനിക്ക് എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം ടു കംപ്ലീറ്റ് മൈ വർക്ക് ടുഡേ. ഐ ഡോണ്ട് ഹാവ് ടൈം എന്നതിന് ഒരു വ്യത്യാസവുമില്ല. പിന്നെ നമുക്ക് എന്താണ് പറയേണ്ടത് അതിനനുസരിച്ച് ഒരു ചെറിയ ഭാഗം മാത്രം മാറ്റിയാൽ മതി. ഇതുപോലെയുള്ള സെൻറ്റൻസ് ഉണ്ടാക്കാൻ വളരെ വളരെ എളുപ്പമാണ്. അത് ഈസി ആയിട്ട് ഉണ്ടാക്കാം, ഉപയോഗിക്കുകയും ചെയ്യാം. എനിക്ക് മൂവീസ് ഒന്നും വാച്ച് ചെയ്യാൻ സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം ടു വാച്ച് മൂവീസ്. എനിക്ക് ഷോപ്പിങ്ങിന് പോകാൻ സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം ടു ഗോ ഷോപ്പിംഗ്. ഇനി ഐ ഡോണ്ട് ഹാവ് ടൈം ടു കഴിഞ്ഞിട്ട് ഒരു വേർബ് നമ്മൾ ഉപയോഗിച്ചു, വേർബിൻ്റെ ബേസ് ഫോം. ഇതല്ലാതെ നമുക്ക് നൗൺ വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഒരു വേർബിൻ്റെ ING ഫോം ഉപയോഗിക്കാം. പക്ഷേ അവിടെ ഉപയോഗിക്കേണ്ട സ്ട്രക്ചറിന് ഒരു വ്യത്യാസമുണ്ട്. ഐ ഡോണ്ട് ഹാവ് ടൈം ടു അല്ല ഉപയോഗിക്കേണ്ടത്, ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ. അത് കഴിഞ്ഞിട്ട് നൗൺ, അതല്ലെങ്കിൽ ING ഫോം ഓഫ് എ വേർബ്. ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ കുക്കിംഗ്. കുക്കിംഗ്, കുക്ക് എന്ന വേർബിൻ്റെ കൂടെ ING ചേർത്തിട്ട് അതൊരു ആക്ടിവിറ്റി, ആ ഒരു ആക്ടിവിറ്റിയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ വാഷിംഗ്. ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ ഗോസിപ്പ്. നോക്കൂ, ഗോസിപ്പ് അതൊരു നൗണാണ്. ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ മീറ്റിംഗ്സ്. മീറ്റിംഗ്സിന് എനിക്ക് സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ വെയിറ്റിംഗ്. വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല. വെയിറ്റ് ചെയ്യുക എന്ന ഒരു ആക്ടിവിറ്റി ചെയ്യാൻ എനിക്ക് സമയമില്ല എന്നാണ്. ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ വേസ്റ്റിംഗ് മൈ എനർജി. എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ, ആ ഒരു കാര്യത്തിന് എനിക്ക് സമയമില്ല. അപ്പോൾ നൗൺ അല്ലെങ്കിൽ വേർബിൻ്റെ ING ഫോം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ടു ഉപയോഗിക്കുക. ഐ ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ് മൈ എനർജി. നോക്കൂ, ടു വേസ്റ്റ്. ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ വേസ്റ്റിംഗ് മൈ എനർജി. അപ്പോൾ ഫോർ ഉപയോഗിച്ചപ്പോൾ വേസ്റ്റിംഗ് ആക്കി മാറ്റി. അപ്പോൾ ഈസി അല്ലേ ഉപയോഗിക്കാൻ? ഇനി ഐ ഡോണ്ട് ഹാവ് ടൈം എന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ പ്രസൻറ്റ് ടെൻസിലെ കാര്യം പറയാനാണ്. എനിക്ക് അങ്ങനെ സമയമില്ല എന്ന് പറയാൻ. ഇനി എനിക്ക് ഇന്നലെ അങ്ങനെ അത് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല എന്നാണെങ്കിലോ അത് പാസ്റ്റ് ടെൻസ് അല്ലേ. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് അല്ല ഉപയോഗിക്കേണ്ടത്, ഒരു ചെറിയ വ്യത്യാസം വരുത്തണം. ഐ ഡിഡിൻറ്റ് ഹാവ്, ഡിഡ് നോട്ട് ഹാവ്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഡിഡിൻറ്റ് ഹാവ്. ഐ ഡോണ്ട് ഹാവ് ആണെങ്കിൽ ഡോണ്ട് എന്ന് പറയുന്നത് ഡു നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇപ്പോൾ ഐ ഡിഡിൻറ്റ് ഹാവ് എന്ന് ഉപയോഗിക്കുമ്പോൾ പാസ്റ്റ് ടെൻസിലെ കാര്യം പറയുമ്പോഴാണ് അവിടെ ഡിഡ് നോട്ട് ഹാവ് എന്നതിന് ഡിഡിൻറ്റ് ഹാവ് എന്ന് ഉപയോഗിക്കുക. ഐ ഡിഡിൻറ്റ് ഹാവ് ടൈം ടു കുക്ക് യെസ്റ്റർഡേ. ഇന്നലെ കുക്ക് ചെയ്യാൻ എനിക്ക് സമയമുണ്ടായിരുന്നില്ല. ഐ ഡിഡിൻറ്റ് ഹാവ് ടൈം ടു ഡു യോഗ യെസ്റ്റർഡേ. ഇന്നലെ എനിക്ക് യോഗ ചെയ്യാൻ സമയമുണ്ടായിരുന്നില്ല. അപ്പോൾ ഐ ഡിഡിൻറ്റ് ഹാവ് എന്ന് ഉപയോഗിക്കുക. അതുപോലെ ഇവിടെ ടു ഉപയോഗിച്ചതുപോലെ ടു കഴിഞ്ഞിട്ട് വേർബ് ഉപയോഗിച്ചു. ഇനി ഫോർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അത്
ഒരു നൗണാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മാത്രം. അതല്ലെങ്കിൽ ING ഫോം ഓഫ് എ വെർബ്. ഐ ഡിഡൻറ്റ് ഹാവ് ടൈം ഫോർ വാഷിംഗ് മൈ ഡ്രസ്സസ്. എൻ്റെ ഡ്രസ്സസ് വാഷ് ചെയ്യാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഐ ഡിഡൻറ്റ് ഹാവ് ടൈം ഫോർ പോസ്റ്റിംഗ് ദ ലെറ്റേഴ്സ് പോസ്റ്റ് ചെയ്യാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഇനി അപ്പോൾ പ്രസൻറ്റ് ടെൻസിലെ കാര്യം എങ്ങനെയാണ്, ഏത് പാറ്റേണാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. പാസ്റ്റ് ടെൻസിലെ കാര്യവും മനസ്സിലായി. ഇനി ഫ്യൂച്ചർ ടെൻസ്, നാളത്തെ കാര്യം. നാളെ എനിക്ക് അങ്ങനെ ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല എന്ന് പറയില്ല നമ്മൾ. അപ്പോൾ എങ്ങനെ ഉപയോഗിക്കുക? ഐ വോണ്ട് ഹാവ് ടൈം ടു ഡു സംതിങ്. ഐ വോണ്ട് ഹാവ്, വോണ്ട് എന്ന് പറഞ്ഞാൽ വിൽ നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഐ വോണ്ട് ഹാവ് ടൈം ടു ഗോ ദർ ടുമാറോ. നാളെ അവിടെ പോകാൻ എനിക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ അവിടെയും ഐ വോണ്ട് ഹാവ് ടൈം ടു കഴിഞ്ഞിട്ട് വേർബാണ് ഉപയോഗിച്ചത്, ടു ഗോ. ഐ വോണ്ട് ഹാവ് ടൈം ടു ഡു മൈ വർക്ക് ടുമാറോ. നാളെ എനിക്ക് എൻ്റെ വർക്ക് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഐ വോണ്ട് ഹാവ് കഴിഞ്ഞിട്ട് ടു പ്ലസ് വേർബ് ഉപയോഗിക്കാം. ഇനി അതല്ല, നമുക്ക് നൗൺ ഉപയോഗിക്കണമെങ്കിൽ എന്താ ഉപയോഗിക്കുക? വോണ്ട് ഹാവ് കഴിഞ്ഞിട്ട് ഫോർ ഉപയോഗിച്ചിട്ട് വേണം നൗൺ ഉപയോഗിക്കാൻ. ഐ വോണ്ട് ഹാവ് ടൈം, അത് കഴിഞ്ഞിട്ട് ഫോർ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുക, പിന്നെ നൗൺ ഉപയോഗിക്കാം. ഐ വോണ്ട് ഹാവ് ടൈം ഫോർ ദ മീറ്റിംഗ് ടുമാറോ. നാളെ മീറ്റിങ്ങിന് എനിക്ക് സമയം ഉണ്ടാവില്ല. ഐ വോണ്ട് ഹാവ് ടൈം ഫോർ ദ മീറ്റിംഗ്. അപ്പോൾ മീറ്റിംഗ് എന്നത് ഒരു നൗൺ ആണ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ എങ്ങനെ ഉപയോഗിക്കും, പാസ്റ്റ് ടെൻസിൽ എങ്ങനെ ഉപയോഗിക്കും, ഫ്യൂച്ചർ ടെൻസിൽ എങ്ങനെ ഉപയോഗിക്കും, അത് വളരെ ക്ലിയർ ആയില്ലേ. ഇതിനോടുകൂടി തന്നെ ബന്ധപ്പെടുത്തി വളരെ സിമിലാരിറ്റിയുള്ള വേറൊരു പാറ്റേൺ പഠിക്കാം. വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഐ ഡോണ്ട് ഹാവ് ടൈം ടു ഡു സംതിങ് എന്നല്ലേ നമ്മൾ പഠിച്ചത്. ഇതല്ലാതെ ഐ ഡോണ്ട് ഹാവ് ഇനഫ് എന്നാണെങ്കിൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? എനിക്ക് ഇപ്പോൾ ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടത്ര സമയം ഇല്ല എന്നല്ലേ. ഇല്ല. ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടത്ര പൈസ ഇല്ല. ഐ ഡോണ്ട് ഹാവ് ഇനഫ് എനർജി എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടത്ര എനർജി ഇല്ല. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് ഇനഫ് എന്നാണെങ്കിൽ അത് വേണ്ടത്ര ആ കാര്യം ഇല്ല എന്നാണ്. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് ഇനഫ് ആണെങ്കിൽ നമുക്ക് നൗൺ തന്നെ ഉപയോഗിക്കുക. ഐ ഡോണ്ട് ഹാവ് ഇനഫ് എനർജി ടു ഗോ ഔട്ട്. ഇനഫ് എനർജി, എനിക്ക് ആവശ്യത്തിനുള്ള വേണ്ടത്ര എനർജി ഇല്ല ഇന്ന് പുറത്തു പോകാൻ. ഐ ഡോണ്ട് ഹാവ് ഇനഫ് ചെയേഴ്സ് ഫോർ എവരി വൺ. വേണ്ടത്ര ചെയേഴ്സ് എനിക്ക് ഇല്ല, എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടത്ര ചെയർ ഇവിടെ ഇല്ല എന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് ഇനഫ് ചെയേഴ്സ് ഫോർ എവരി വൺ. ഐ ഡോണ്ട് ഹാവ് ഇനഫ് പേഷ്യൻസ് ടു വെയിറ്റ് എനി ലോങ്ങർ. ഇനിയും വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ്, ക്ഷമ എനിക്കില്ല. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് ഇനഫ് എന്നുപയോഗിച്ചിട്ടും സെൻറ്റൻസുകൾ മനസ്സിലാലോചിക്കുക. അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ അതൊക്കെ എഴുതുക. താങ്ക് യു.